ഇ.ഡി. ഉദ്യോഗസ്ഥർ സഞ്ചരിച്ച വാഹനം തകർത്ത കേസിൽ ഖേദം പ്രകടിപ്പിച്ച് CPM. തൊഴിലാളിയുടെ ഉപജീവന മാർഗം തടഞ്ഞതിൽ ഖേദമുണ്ടെന്ന് തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി A. റഹീം പറഞ്ഞു. അടിപൊളി. റഹീമിക്കാണ് ക്ഷമ പറച്ചിൽ ആദ്യമേ ഒന്ന് കണ്ടു നോക്കിയാലോ. ഉദ്യോഗസ്ഥരെയും വഹിച്ചു വന്ന വാഹനങ്ങൾക്കു നേരെ പ്രവർത്തകരുടെ രോഷം അണപൊട്ടി ഒഴുകി. സ്വാഭാവികം. അപ്പോൾ ആ സംഭവത്തിൽ ഒരു ടാക്സി കാർ പ്രതിഷേധത്തിനും രോഷത്തിനുമിടയിലെ ആൾക്കൂട്ടത്തിനിടയിൽപ്പെട്ടുപോയ ആ കാറിൽ നല്ല കേടുപാടുകൾ പറ്റി. എന്തായാലും വണ്ടി നശിച്ചെന്ന് മനസ്സിലായില്ലോ, നമുക്ക് തോന്നിയതാന്ന് പറഞ്ഞില്ലല്ലോ. വലിയ നിലയിലാണ് ആ കാറിന് കേടുപാടുകൾ പറ്റിയത്. പബ്ലിക് എനിമീസ്. അപ്പോൾ ഒരു തൊഴിലാളി എന്ന നിലയിൽ ആ തൊഴിലാളിയുടെ ഉപജീവന മാർഗം ആക്രമിക്കപ്പെട്ടു എന്നുള്ളതിൽ CPIM എന്നൊരു പാർട്ടിക്ക് അതിൻ്റെതായ ഒരു ധാർമ്മികതയുണ്ട് എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. എന്തായാലും ആ പുള്ളിക്ക് വണ്ടി തിരിച്ചു കിട്ടട്ടെ. അന്നത്തിന്റെ വഴിയല്ലേ. എന്തായാലും പാർട്ടിയിലുള്ളവർക്ക് ഒരു വ്യക്തിയല്ലല്ലോ പാർട്ടി, അതിലുള്ളവർക്ക് അത് മനസ്സിലായതില് ഒരുപാട് സന്തോഷം. പക്ഷെങ്കിൽ ഇന്നലെ കാട്ടിക്കൂട്ടി ആ പോക്കിർത്തരെ നിങ്ങളൊന്ന് കണ്ടു നോക്കിക്കേ. ഈ കാട്ടിക്കൂട്ടുന്നവരെ പാർട്ടിക്കാര് തന്നെ ശിക്ഷ വാങ്ങി കൊടുക്കുക. ഈ പാർട്ടിയിലുള്ളവർ തന്നെയാണ് പാർട്ടിയെ നശിപ്പിക്കുന്നത്. എന്തായാലും ഈ പാർട്ടിയുടെ ഇപ്പോഴത്തെ ടോട്ടൽ അവസ്ഥ കാണുമ്പോ ഈ അവസ്ഥയാകരുതെന്നേ പറയാനുള്ളൂ. യവന്മാരെ തോപ്പിക്കാൻ ദിവസവും നാടുനീളെ ഹർത്താലും ബന്ദ് സംഘടിപ്പിക്കണം. തൊഴിലാളികളെ മുഴുവൻ സമരരംഗത്തിറക്കണം. പിള്ളേരെ മുഴുവൻ തെരുവിലിറക്കി വാഹനങ്ങൾ തല്ലി തകർക്കണം. ഭരണം നിശ്ചലമാക്കണം. അങ്ങനെ ഒരു നിമിഷം പോലും ദിവാകരനെ സ്വസ്ഥമായി ആ കസേരയിലിരിക്കാൻ അനുവദിക്കരുത്.